ഹലോ ഗൈസ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ നമ്മൾ കാത്തിരുന്ന അഗ്നിപരീക്ഷയുടെ ആദ്യത്തെ എപ്പിസോഡ് ഇന്നലെ വന്നിരിക്കുന്നു. രാത്രി 12:30-ക്കാണ് വന്നത്. ഈ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് 40 കണ്ടസ്റ്റൻസിനെയാണ്. അതിൽ 20 പേര് അഗ്നിപരീക്ഷയ്ക്ക് ഉള്ളിൽ കയറിയിട്ടുണ്ട്. അവരെങ്ങനെയാണ് തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് നോക്കാം. 40 പേരെ എടുത്തിരിക്കുന്നത് 10,000 പേരിൽ നിന്നാണ്. 10,000 അപേക്ഷകരിൽ നിന്ന് അവർ ഫിൽട്ടർ ചെയ്തിട്ടാണ് 40 പേരെ എടുത്തത്. ആ 40 പേരിൽ 30 പേര് ഡയറക്റ്റ് ഓഡീഷൻ വഴിയും ബാക്കി 10 പേരും മൈജിയും വൈറ്റ് ഗോൾഡിൻ്റെയും ഫാസ്റ്റ് എൻട്രി വഴിയുമാണ് കയറിയിരിക്കുന്നത്. ഈ 20 പേർക്ക് ഉള്ളിൽ കയറാനുള്ള അവസരം കിട്ടിയത് ഒരു ടാസ്ക് വഴിയാണ്. ആ ടാസ്കിൻ്റെ പേരാണ് മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ടാസ്ക് 20 ലോക്ക് ഒരിടത്ത് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് കുറേ കീ തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ക്ലൂവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അനലൈസ് ചെയ്തിട്ട് ഏത് ക്ലൂ ആണോ ഏതിനാണോ സ്യൂട്ടാകുന്നതെന്ന് നോക്കിയിട്ട് ആ ചാവി എടുത്തുകൊണ്ട് വന്ന് ലോക്ക് തുറന്ന് അകത്ത് കയറണം. അങ്ങനെ കയറിയ 20 പേര് വിന്നായി അകത്ത് കയറി അഗ്നിപരീക്ഷയ്ക്ക് ആ ഹൗസിൽ എൻട്രി ആയിട്ടുണ്ട്. ബാക്കി 20 പേര് പുറത്ത് നിൽക്കുകയാണ്. അവരോട് വെയിറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് അവരോട് പറഞ്ഞിട്ടുണ്ട് അവരെ ഇന്നുള്ള എപ്പിസോഡിൽ അവരെ കൂടെ എൻട്രി ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഈ ഹൗസിനുള്ളിലോട്ട് കടന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ കുറേ നിയമങ്ങൾ ഇപ്രാവശ്യം പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പെൻഡൻ്റാണ്. ഇൻഫിനിറ്റി പെൻഡൻ്റ് എന്ന് പറയും. ഈ പെൻഡൻ്റ് ആരാണോ വിന്നാകുന്നത് അവർക്കാണ് ഈ പെൻഡൻ്റ് കിട്ടുന്നത്. ആ പെൻഡൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു എക്സ്ട്രാ പവർ ഉണ്ടെന്നാണ് പറയുന്നത്. അതുവഴി അവർക്ക് പല കാര്യങ്ങളും എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നുണ്ടാവും. അത് ആർക്കാണ് കിട്ടുന്നതെന്ന് ജഡ്ജസ്മാർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർ ഡിസ്കഷനിൽ ആരാണോ വിന്നാകുന്നത് അവർക്ക് ഒരു പച്ച കളറിലുള്ള ഒരു ബോക്സ് കത്തും. അതല്ലെന്നുണ്ടെങ്കിൽ റെഡ് കളറിൽ കത്തിക്കഴിഞ്ഞാൽ അതവർക്കുള്ളതല്ല. പച്ച കളറിൽ കത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് അവർക്കുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസിഷൻ എടുക്കുന്ന വിന്നറുടെ. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് 20 കണ്ടസ്റ്റൻസ് ഉള്ളിൽ കയറിയതിനെ 3 ജഡ്ജസ്മാരും ഈക്വലായിട്ട് ഷെയർ ചെയ്തു. ഈക്വലായിട്ട് എടുത്തതെന്ന് പറഞ്ഞാൽ അവരവരുടെ ഇഷ്ടപ്രകാരം ചൂസ് ചെയ്യുമായിരുന്നു. അതിൽ അഖിൽമാരാർക്ക് മാത്രമാണ് 6 പേരെ കിട്ടിയത്. ബാക്കി 2 പേർക്കും 7 കണ്ടസ്റ്റൻറ്റിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരകത്ത് കടന്നതിന് ശേഷം ഇവരെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. പരിചയപ്പെടുത്തിയതിൽ ആദ്യത്തെ പേര് ആദ്യം വന്ന ആൾ റിയാസിൻ്റെ ടീമിലുള്ളതാണ്. പേര് അനഖ എന്നാണ്. അനഖ ഒരു ആർജയാണ്. മാതൃഭൂമി ക്ലബ് FM-ൽ ആർജയായിട്ട് വർക്ക് ചെയ്യുന്നു. പുള്ളിക്കാരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് ലിസണർ, അതായത് നന്നായിട്ട് ആൾക്കാർ പറയുന്നത് കേട്ട് ഇരിക്കാൻ ക്ഷമയുള്ള ഒരാളാണെന്നുള്ളതാണ്. പിന്നെ മറ്റൊരു വ്യക്തിക്ക് സെൽഫ് റെസ്പെക്റ്റ് കൊടുത്ത് ആ വ്യക്തിയെ കൺസിഡർ ചെയ്ത് സംസാരിക്കും. തൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേഗം എന്നെ ചതിക്കാൻ കഴിയുമെന്നുള്ളതാണ് പുള്ളിക്കാരിയുടെ വീക്ക്നെസ്സായിട്ട് പറയുന്നത്. ബിഗ് ബോസിലെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ആരാന്ന് ചോദിച്ചതിന് അഖിൽമാരാരെ ആയിരുന്നെങ്കിലും ആളുടെ പൊളിറ്റിക്സ് ഇഷ്ടമല്ല എന്ന് തുറന്നടിക്കുന്നുമുണ്ട്. രണ്ടാമത്തെ ആൾ റേച്ചൽ പാലത്തിങ്കലാണ്. റേച്ചൽ പാലത്തിങ്കൽ ഒരു സോഷ്യൽ വർക്കറായിട്ട് ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുകയാണ്. ബിഗ് ബോസിൽ ചേരുന്നതിന് വേണ്ടി നാട്ടിൽ വന്നാണ്. ഡ്രോയിങ്ങും മോഡലിങ്ങും ഡാൻസിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. റേച്ചലിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വെൽ ഡിറ്റർമിൻഡ് പേഴ്സൺ ആണെന്ന് പറയുന്നു. വീക്ക്നെസ് ഒട്ടും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. ബിഗ് ബോസിൽ എങ്ങനെയാകുമോ എന്തോ കയറിയാൽ. അടുത്തത് മൂന്നാമത്തെ ആൾ പൂജയാണ്. പൂജ തൃശ്ശൂർ ജില്ലയിലെ ഇടിങ്ങാൻപുരയിൽ നിന്ന് വന്ന ഒരു വീട്ടമ്മയാണ്. മറ്റൊരു കഴിവുമില്ലാഞ്ഞിട്ടും ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കതിന് എന്തോ ഒരു കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പൂജ പറയുന്നത്. പൂജയുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കരയും. സന്തോഷം വന്നാൽ കരയും, സങ്കടം വന്നാലും കരയുമെന്നാണ് പറയുന്നത്. നാലാമത്തെ ആൾ ഷിബ്നയാണ്. ഷിബ്ന കണ്ണൂർക്കാരിയാണ്. കണ്ണൂരിൽ നിന്ന് ചെറുതിലെ ജനിച്ച് വളർന്ന് അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ പോയി അവിടെ എഡ്യൂക്കേഷനൊക്കെ ചെയ്യാണ്. 17, 18, 19 വയസ്സിലൊക്കെ കണ്ണാടി നോക്കാൻ പോലും പേടിയായിരുന്നു. ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് നിൽക്കത്തില്ലായിരുന്നു. അത്തരം പേടിയായിരുന്നു എന്ന് പറയുന്നു. കാരണം അത്രയ്ക്ക് കറുത്ത നിറവും കാണാനും ഒരു ഭംഗിയില്ലാഞ്ഞ കുട്ടിയായിരുന്നു. എന്നാൽ അവൾ അതെല്ലാം ഓവർകം ചെയ്തിട്ട് ഇപ്പോൾ ഹൃതിക് റോഷൻ്റെ കൂടെ തന്നെ
ഒരു ആഡ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു മോഡലിംഗ് ഒക്കെ ചെയ്യുന്നൊരു കുട്ടിയായിട്ട് വന്നിരിക്കുന്നു. ബിഗ് ബോസിൽ എന്തായാലും എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം അത്രയും എഫർട്ട് എടുത്ത് വന്നൊരു കുട്ടിയാണ്. അത് കഴിഞ്ഞ് അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ അഫിറാം എന്ന് പറയുന്ന മലപ്പുറത്തുകാരനാണ്. ഇപ്പോൾ ജിം ട്രെയിനറായിട്ട് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ജിം ട്രെയിനിങ് അവിടുന്ന് ജോലിയൊക്കെ രാജിവെച്ചിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നേക്കുന്നത്. അത് കഴിഞ്ഞ് ആറാമത്തെ ആളെന്ന് പറഞ്ഞാൽ ആസിയ നൗറീനാണ്. ആസിയ നൗറീൻ ആലുവക്കാരി ഒരു സ്റ്റുഡൻ്റാണ്. ആങ്കറിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടെമ്പേർഡ് ആണെന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ ദേഷ്യം വരികയൊക്കെ ചെയ്യുമെന്ന് പറയുന്നു. പിന്നെ ഏഴാമത്തെ ആളെന്ന് പറഞ്ഞാൽ പ്രണവാണ്. പ്രണവ് ട്രിവാൻഡ്രം ആറ്റിങ്ങൽകാരനാണ്. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. കൂടാതെ ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ഡിസൈനറും കൂടെയാണെന്ന് പറയുന്നു. സ്ട്രെങ്ത് ആളുടെ സ്കില്ല് തന്നെയാണ്. വീക്ക്നെസ് കൂടെ നിന്ന് ഫേക്ക് ഗെയിം കളിക്കുന്നവരെ പേടിയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൽ ശരിക്കും പേടിക്കണം അല്ലേ. പിന്നെ അതിനുശേഷം ഇവർക്ക് 7 പേർക്കും കൂടെ കൊടുത്തൊരു ഗെയിമുണ്ട്. ആ ഗെയിം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കയ്യിലും 5 സ്കെയിലും 21 കപ്പും കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് ഇൻവെർട്ടഡ് പിരമിഡ് ഉണ്ടാക്കണം. ബസർ ടു ബസറാണ് ഗെയിം. ഇതിനകത്ത് ജയിച്ചിരിക്കുന്നത് പ്രണവാണ്. പ്രണവിനാണ് പെൻഡൻറ്റ് കിട്ടിയത്. അടുത്തത് രഞ്ജിനി ഹരിദാസിൻ്റെ ടീമിലുള്ള ആൾക്കാരാണ്. രഞ്ജിനി ഹരിദാസിൻ്റെ ടീമിൽ വന്നത് ആദ്യത്തെ ആൾ നയന ബാലകൃഷ്ണനാണ്. നയന ബാലകൃഷ്ണൻ ഒരു ഡിവോഴ്സിയാണ്. ഒരു മകനുണ്ട്. ആളുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് തന്നെയാണ്. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ മകനാണ്. മകൻ ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന നല്ലൊരു അമ്മയായിട്ടാണ് തോന്നിയത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ സാബിറ ഷെരീഫാണ്. സാബിറയുടെ സ്വദേശം കണ്ണൂരാണ്. 2 പ്രാവശ്യം വിവാഹം ചെയ്തെങ്കിലും 2 പ്രാവശ്യം ഡിവോഴ്സായിട്ട് 2 മക്കളുമായിട്ട് വീട്ടിലുണ്ടെന്ന് പറയുന്നു. ആളുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എവിടെ കൊണ്ടിട്ടാലും സർവൈവ് ചെയ്ത് ജീവിക്കുമെന്നുള്ളതാണ്. വീക്ക്നെസ് ഭയങ്കര സെൻസിറ്റീവാണെന്ന് പറയുന്നു. എപ്പോഴും എന്ത് കാര്യം ഉണ്ടായാലും കരയുമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് മൂന്നാമത് വന്നത് അമൃതയാണ്. അമൃത കൊല്ലം കരുനാഗപ്പള്ളിയിൽ ജനിച്ച് വളർന്നത്. കരുനാഗപ്പള്ളിക്കാരിയാണ്. ജനിച്ചതും വളർന്നതുമൊക്കെ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലാണ്. 22ാമത്തെ വയസ്സിൽ ലവ് മാരേജ് ആയിരുന്നു. അതിന് ഇപ്പോൾ ഡിവോഴ്സിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളൊരു അഡ്വക്കേറ്റാണ്. ആളുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഫിയർലെസ് വിമനാണെന്ന് പറയുന്നത്. ആൾക്ക് പേടിയില്ലാത്തൊരു സ്ത്രീയാണ്. വീക്ക്നെസ് എന്ന് പറഞ്ഞത് എക്സ്ട്രീംലി സെൻസിറ്റീവാണ്. അത് ദേഷ്യമായാലും സങ്കടമായാലും അത് എക്സ്ട്രീം ലെവലായിരിക്കും എന്ന് പറയുന്നു. പിന്നെ 4ാമത്തെ ആളെന്ന് പറഞ്ഞാൽ വർഷ അന്ന വിജിയാണ്. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ ഇടനാട് എന്ന് പറയുന്ന ദേശത്തുള്ളതാണ്. ആളുടെ സ്ട്രെങ്ത് ഒന്നിനെക്കുറിച്ചും ബോധർ ചെയ്യില്ല എന്നുള്ളതാണ്. സ്വന്തം ശരിയിൽ എന്താണോ അതിന് ഉറച്ചു നിൽക്കും. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ തൊട്ടാൽ കരയും. അത് സന്തോഷമായാലും സങ്കടമായാലും പെട്ടെന്ന് തന്നെ കരയുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നു. ബിഗ് ബോസിൽ എങ്ങനെയാകുമോ എന്തോ. 5ാമത്തെ ആൾ റേച്ചലാണ്. റേച്ചൽ പാലക്കാടുകാരിയാണ്. റേച്ചലിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന കൂട്ട് തന്നെ ലിസണിങ് ക്യാപ്പബിലിറ്റി കൂടുതലുള്ള ആളാണെന്ന് പറയുന്നു. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമോഷണലാണ്. ഓവർ റിയാക്റ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസിനകത്ത് കയറിയാൽ നമുക്കൊരടി നല്ലത് പ്രതീക്ഷിക്കാം. അടുത്ത ആൾ ആരാധ്യയാണ്. ആരാധ്യ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുട്ടിയാണ്. 18 വയസ്സുള്ള തിരുവനന്തപുരംകാരി കോളേജ് വിദ്യാർത്ഥിനിയാണ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അമ്മയാണ്. കാരണം ഒരുപാട് സങ്കടങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളിടത്തുനിന്ന് വരുന്നതാണ്. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ആരോട് വഴക്കിട്ടാലും കുറച്ച് കഴിയുമ്പോൾ ചക്കരയും മുത്ത എന്നും പറഞ്ഞ് ചെല്ലുന്നൊരു പ്രകൃതമാണെന്ന് പറയുന്നുണ്ട്. 7ാമത്തെ ആൾ രഞ്ജിനി ഹരിദാസിൻ്റെ ടീമിലെ 7ാമത്തെ ആൾ പാർവതിയാണ്. പാർവതിയുടെ വീട് തിരുവനന്തപുരം ആറ്റിങ്ങിലാണ്. ആളൊരു സിവിൽ എഞ്ചിനീയറാണ്. സ്ട്രെങ്ത് ഡിറ്റർമിനേഷൻ ആൻഡ് ഡെഡിക്കേഷൻ ആണെന്ന് പറയുന്നുണ്ട്. വീക്ക്നെസ് ഓവർ തിങ്കിങ് ആണെന്ന് പറയുന്നുണ്ട്. ഓവർ തിങ്കിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ലേ എൻ്റെ പാർവതി. എന്തായിത്തീരുമോ എന്തോ. അപ്പോൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞത് പണ്ടത്തെ നമ്മളുടെ കുളംകര എന്നുള്ളൊരു ഗെയിം ഉണ്ടല്ലോ, അത് തന്നെയാണ്. അതിനകത്ത് ഒരു റിങ്ങും ഇട്ടിട്ടുണ്ട്. അതിൽ 7 റിങ് ഇട്ടിട്ടുണ്ട്. 7 റിങ്ങിൽ 7 പേര് നിൽക്കുന്നു. അതിനകത്ത് നമ്മൾ ഇൻ ഔട്ടല്ലേ, കുളംകര എന്ന് പറയുന്നത് കൂട്ടല്ല ഇത് ഇന്നാകാനായിട്ട് അഖിലിൻ്റെ പേര് പറയും.
ഔട്ടെന്ന് പറയുമ്പം റെനീഷയുടെ പേരാണ് പറയുന്നത് ഔട്ടിന് പകരം. റൈറ്റിലോട്ട് ചാടുന്നതിന് രഞ്ജിനിയുടെ പേരാണ് പറയുന്നത്, ലെഫ്റ്റിലോട്ട് ചാടുന്നതിന് റിയാസിൻ്റെ പേരാണ്. അങ്ങനെ കളിച്ച് അവസാനം വിജയിയായിരിക്കുന്നതും പെൻഡൻറ്റ് കിട്ടിയതും പാർവതിക്കാണ്. ഇനി അഖിൽമാരാരുടെ ടീമിലെ ആൾക്കാരെ നമുക്ക് നോക്കാം. അഖിൽമാരാരുടെ ടീമിൽ പെരുമ്പാവൂരിലെ പൂപ്പാനി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഓടവാരി കരിയർ ആരംഭിച്ച് ബിഗ് ബോസിൽ വരെ എത്തിയ ഒരു എൽദോയാണ്. എൽദോയുടെ പറച്ചിൽ എനിക്കെന്തോ പേഴ്സണലി എനിക്ക് അത്ര അങ്ങോട്ടൊരു ഇഷ്ടം തോന്നിയില്ല. കാരണം ഒരു ഫ്ലോറിലൊക്കെ വന്നിട്ട് ആദ്യം തന്നെ ഇത്രയൊരു ഒരു ചെറിയൊരു വെറുപ്പ് നമുക്ക് തോന്നുന്ന ഒരു രീതിയിലായിരുന്നു ആൾ പറഞ്ഞിരുന്നത്. പിന്നെ ആളുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഉറച്ച നിലപാടാണ്. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ആരെന്ത് ചെയ്താലും പറഞ്ഞാലും അത് മറക്കത്തില്ല, സമയം കിട്ടുമ്പം തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു അത് പുറത്ത് നിൽക്കുന്ന ആർക്കൊക്കെ ഉള്ള ഒരു മെസ്സേജ് കൂടെ ആണെന്ന് തോന്നുന്നു എൽദോടെ പറച്ചില്ല. കാരണം അല്ലെങ്കിൽ ഇന്നലെ ഇങ്ങോട്ട് വന്നേച്ച് ഈ ബിഗ് ബോസിനകത്ത് വന്നിച്ചത് പറയേണ്ട കാര്യമില്ലല്ലോ, ആർക്കും ഇട്ടൊന്ന് കൊട്ടിയതാണ്. അടുത്തത് അമൽ മോഹനാണ്. അമൽ മോഹൻ പാലക്കാട്ടുകാരനാണ്. ആളുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അമ്മയാണെന്ന് പറയുന്നു. വീക്ക്നെസ് ഒന്നുമില്ലാന്ന് തന്നെയാണ് പറയുന്നത്. അടുത്ത ആൾ ഷിജിനാണ്. ഷിജിൻ തിരുവനന്തപുരം വെള്ളറട അല്ലേ, വെള്ളറട, അത് തന്നെ, നാടാർക്കോണം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളാണ്. ആളൊരു ഡാൻസറും പിന്നെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, എഡിറ്റിങ്ങും എല്ലാം ചെയ്യുന്ന ഒരാളാണ്. ആൾക്കൊരു ഡാൻസ് അക്കാഡമിയൊക്കെ ഉണ്ട്. ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ഇത്തിരി ചോറിനകത്ത് വിഷം ചേർത്ത് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞ് ആ ഒരു ചെറിയ കുട്ടി ഇന്ന് ഈ ബിഗ് ബോസിൻ്റെ സ്റ്റേജിൽ വരെ എത്തിച്ചേർന്നപ്പം അത് തന്നെയാണ് എൻ്റെ സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. വീക്ക്നെസ് എന്ന് പറയുന്നത് എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്നു ആണ് പറയുന്നത്. അടുത്ത ആൾ ബിജു തോമസ് ആണ്. ബിജു തോമസ് ഇരിങ്ങാലക്കുടയുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തെരുവിൽ ജീവിച്ച ആളാണെന്ന് പറയുന്നു. അവിടെ നിന്നും ബിഗ് ബോസ് വരെ എത്തിയില്ലേ, അത് തന്നെയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നു. വീക്ക്നെസ് എന്ന് പറയുന്നത് കഞ്ഞിയും ചമ്മന്തിയാണെന്ന് പറയുന്നു. ഒത്തിരി വീക്ക്നെസ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഉള്ള വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ കഞ്ഞിയും ചമ്മന്തിയാണെന്ന് പറയുന്നത് നല്ല കാര്യം. ബിഗ് ബോസിൽ എപ്പോഴെങ്കിലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തത് ഷാരോൺ തോമസ് ആണ്. ഷാരോൺ തോമസ് ഒരു സോഫ്റ്റ്വെയർ എൻജിനീയർ, റാം മോഡലും അത്ലറ്റും തൈക്കോണ്ടയും റെസ്ലിങ്ങും ഒക്കെ അറിയാവുന്ന ഒരാളാണ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത്തിരി അഹങ്കാരവും തലക്കനവും ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ കുട്ടിയുടെ സ്ട്രെങ്ത് മറ്റെന്തൊക്കെയാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇത്തിരി അഹങ്കാരവും തലക്കനവും കുറച്ച് കൂടുതലുള്ള ഒരാളാണ്. വീക്ക്നെസ് അച്ഛനോടും അമ്മയോടും പോലും വീക്ക്നെസ് ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഈ പറയുന്ന തൊട്ട് ഫിസിക്കൽ ടാസ്കിലൊക്കെ ജയിക്കുമായിരിക്കും, പക്ഷേ നല്ലൊരു വ്യക്തിയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ആൾ മിലിറ്ററി ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വീട്ടിൽ നിന്നാണെന്ന് പറയുന്നു. ഞാനുമൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ എല്ലാവരും മിലിറ്ററിക്കാരാണ്. എനിക്ക് തോന്നുന്നത് ഒരു 10-25 പേരെങ്കിലും അവരുടെ ഫാമിലിയിൽ നിന്ന് മിലിറ്ററിക്കാരാണ്, അതും വലിയ വലിയ ഉദ്യോഗസ്ഥർ. പക്ഷേ അവർക്കാർക്കും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി ഒന്നും. അതിന് അത് വിടാം, നമുക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ. അടുത്ത ആൾ അപർണയാണ്. അതായത് അഖിൽമാരാരുടെ ടീമിലുള്ള ഒരേ ഒരു പെൺകുട്ടിയാണ് അപർണ കോഴിക്കോട്ടുകാരിയാണ്. UAE സിവിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ബിഗ് ബോസിനായിട്ട് വന്നതാണ്. അപർണയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ബോൾഡാണ് ആൻഡ് കോമ്പറ്റേറ്റീവാണ്. ആൾക്ക് കോമ്പറ്റീഷനൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണെന്ന് പറയുന്നു. പിന്നെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ആരെന്ത് ചോദിച്ചാലും, പ്രത്യേകിച്ചും പൈസ ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിലില്ല എവിടെയെങ്കിലും കടം മേടിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നു. അപ്പം ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പലരും കടം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നലെ വന്ന എപ്പിസോഡിനെ കുറിച്ചുള്ള റിവ്യൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം 12:30 മുതൽ ഉറങ്ങാതിരുന്ന് എടുത്തിട്ടിട്ടതാണ്. ഈ യൂട്യൂബുകാർ എന്താണെന്നറിയത്തില്ല, യൂട്യൂബിന് എന്നോടുള്ള ദേഷ്യം. എൻ്റെ വീഡിയോ ഒന്നും പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നില്ല, ആരിലേക്കും എത്തിക്കുന്നില്ല, വെറുതെ ഡെഡായിട്ട് ചാനൽ കിടക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് കാണുന്നവർ ബെല്ലൈക്കൺ അമർത്താനും കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മനസ്സ് കാണിക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. ഈ വീഡിയോയിൽ ഒരു അപാകത വന്നിട്ടുണ്ട്. കാരണം എനിക്ക് എല്ലാവരുടെയും
പേര് പറയുന്നത് അല്ലെ ആളിനെ പരിചയപ്പെടുന്ന ആ സ്ഥലത്ത് തന്നെ ഈ ഫോട്ടോ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റാതായിട്ടുണ്ട്. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഇന്നലെ മുതൽ ഉറക്കം നിൽക്കുന്നതിൻ്റെയൊക്കെ ഒരു വല്ലായ്മയൊക്കെ കൂടെയാണ് ഞാനിത് പെട്ടെന്ന് തന്നെ ഇടണമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും അത് ക്ഷമിക്കണം.